السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والعاديات ضبحا فالموريات قدحا فالمغيرات صبحا فأثرن به نقعا فوسطن به جمعا إن الإنسان لربه لكنود وإنه على ذلك لشهيد وإنه لحب الخير لشديد أفلا يعلم إذا بعثر ما في القبور وحصل ما في الصدور إن ربهم بهم يومئذ لخبير. صدق الله العلي العظيم. ഏറ്റവും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധ ഖുർആനിലെ 30-ാം ജുസിൽ 100-ാം സൂറത്തായി വരുന്ന സൂറത്തുൽ ആദിയാത്ത് എന്ന സൂറത്തിനെ കുറിച്ചാണ് ഞാനിവിടെ ചെറിയ രീതിയിൽ പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നത്. 11 ആയത്താണ് ഈ സൂറത്തിൽ ഉള്ളടങ്ങിയിട്ടുള്ളത്. ഹിജ്റക്ക് മുമ്പാണ് അവതരിക്കപ്പെട്ടത്, ഹിജ്റക്ക് ശേഷം എന്ന അഭിപ്രായവും ഈ വിഷയത്തിലുണ്ട്. പ്രസ്തുത സൂറത്ത് അവതരിക്കാനുണ്ടായ സാഹചര്യം ബഹുമാനപ്പെട്ട അംർ ഇബ്നു മുൻദിർ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സംഘത്തെ കിനാന ഗോത്രത്തിലേക്ക് പറഞ്ഞയച്ചു. ഏകദേശം ഒരു മാസത്തോളം അല്ലെങ്കിൽ മാസത്തിനടുത്ത് അവരെക്കുറിച്ചുള്ള വാർത്തകളോ വിവരങ്ങളോ ഒന്നും കാണാതെ വന്നപ്പോൾ മുനാഫിഖീങ്ങൾ വ്യാജ പ്രചരണവുമായിട്ട് മുന്നോട്ട് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയച്ച മുഴുവൻ സംഘവും കൊല്ലപ്പെട്ടിരിക്കുകയാണ് എന്ന വ്യാജ വാർത്ത ജനങ്ങൾക്കിടയിൽ മുനാഫിഖീങ്ങൾ, കപടവിശ്വാസികൾ പ്രചരിപ്പിക്കാൻ തുടങ്ങി. ഈ ഒരു സാഹചര്യത്തിൽ മുഅ്മിനീങ്ങൾക്ക് ആശ്വാസം പകരുന്ന രീതിയിലാണ് പ്രസ്തുത സൂറത്ത് അവതരിച്ചത്. പ്രസ്തുത സൂറത്തിൽ കൂടി അല്ലാഹു ജല്ല ജലാലു നമ്മോട് സംവദിക്കുന്നത് നമ്മളാകുന്ന മനുഷ്യരിൽ കുടികൊള്ളുന്ന അതിഗൗരവമുള്ള മലിനമായ ഒരു സ്വഭാവത്തെ, ഒരു ദുർഗുണത്തെ, ഒരു ബാഡ് കൾച്ചറിനെ നമ്മോട് സൂചിപ്പിക്കുന്ന രീതിയിലാണ് അല്ലാഹു പ്രസ്തുത സൂറത്തിൽ കൂടി നമ്മോട് സംവദിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഈ സൂറത്തിൻ്റെ ഓരോ വാക്കർത്ഥങ്ങളും വിശദീകരിക്കുന്നതിന് പകരം മൊത്തത്തിലുള്ള ആശയം വളരെ ചെറിയ രൂപത്തിൽ അവതരിപ്പിക്കുക മാത്രമാണ് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് സൂറത്തിലേക്ക് കടക്കാം. വൽആദിയാതി ളബ്ഹാ, ശത്രുമുഖത്തേക്ക് അതിശീഘ്രഗതിയിൽ കിതച്ചോടുന്ന കുതിരകളെ തന്നെയാണ് സത്യം. ഫൽമൂരിയാതി ഖദ്ഹ, ഓട്ടത്തിൻ്റെ ഊക്കും വേഗതയും നിമിത്തം കുളമ്പുകൾ കല്ലിൽ ഉരസി തീപ്പൊരികൾ സൃഷ്ടിച്ച് ശത്രുക്കളെ ഭയവിഹ്വലരാക്കി പുറപ്പെടുന്ന കുതിരകൾ, ഇത്തരം കുതിരകളെ തന്നെയാണ് സത്യം. ഫൽമുഗീറാതി സുബ്ഹ, കഴിഞ്ഞ ദിവസത്തെ യുദ്ധക്ഷീണത്തിൽ നിന്നും മൂക്കറ്റം കുടിച്ച മദ്യലഹരിയിൽ നിന്നൊക്കെ മോചിതരായി പ്രഭാതത്തിൽ ശത്രുക്കൾ റിഫ്രഷായി എഴുന്നേറ്റ് വരുന്നതിന് മുമ്പ് തന്നെ അവരുടെ താവളങ്ങളിലേക്ക് ഓടിച്ചെല്ലുന്ന കുതിരകളെ തന്നെയാണ് സത്യം. ഫഅസർന ബിഹി നഖ്അൻ ഫവസത്ന ബിഹി ജംഅ, മാത്രമല്ല കാലുകൾ ഭൂമിയിൽ കുത്തി പൊടിപടലങ്ങൾ സൃഷ്ടിച്ച് പൊടിപടലങ്ങൾക്ക് മധ്യേ ശത്രുക്കളെ അശക്തരാക്കി ആക്രമിക്കുന്ന കുതിരകളെ തന്നെയാണ് സത്യം. ഇവിടെ യുദ്ധമുഖത്ത് അതിപ്രാവീണ്യം നേടിയ മുന്തിയ കുതിരകളെ വെച്ച് അല്ലാഹു ജല്ല ജലാലു സത്യം ചെയ്തു. നമുക്ക് നോക്കാം, പ്രപഞ്ചത്തിൽ ഒട്ടനവധി സൃഷ്ടി ജീവജാലങ്ങൾ ഉണ്ടായിരിക്കെ
അള്ളാഹു സത്യം ചെയ്യാൻ വേണ്ടി കുതിരകളെ തന്നെ തിരഞ്ഞെടുക്കാനുണ്ടായ പ്രധാന കാരണം മഹാന്മാർ വിശദീകരിക്കുന്നത് കാണാം. ഭൂരിഭാഗ ജീവികളും ഏതെങ്കിലും ഭാഗത്തു നിന്ന്, ഏതെങ്കിലും സ്ഥലത്ത് നിന്ന്, അതല്ലെങ്കിൽ ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് വല്ല അപകടങ്ങളും ഏറ്റുവാങ്ങിക്കഴിഞ്ഞാൽ, വല്ല ഇഞ്ചുറിയും ഏറ്റെടുത്ത് കഴിഞ്ഞാൽ, വല്ല ഭാഗത്ത് പോയി കഴിഞ്ഞാൽ അവർക്ക് അപകടം മുമ്പ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ആ ഭാഗത്തേക്ക് പോകാൻ ആ ജീവികൾക്ക് മടിയും ഭയവും കാണാം. നാം പൊതുവെ പറയാറുണ്ട്, ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കാണുമ്പോൾ പേടിക്കുമെന്ന് പൊതുവെ പറയാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് ഒരു പൂച്ചയെ അല്ലെങ്കിൽ ഒരു നായയെ, ഒരു കാക്കയെ, ഇങ്ങനെ ഏതെങ്കിലും ഒരു ജീവിയെ ആരെങ്കിലും സ്ഥിരമായി കാണുമ്പോഴൊക്കെ കല്ലെടുത്തെറിയുകയോ വടിവെച്ചടിക്കുകയോ ഇങ്ങനെ അതിനെ ഭയപ്പെടുത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ആ ജീവി ആ മനുഷ്യനെ കാണുമ്പോൾ ഓടി ഒളിക്കുകയോ അദ്ദേഹത്തിൽ നിന്ന് ഓടി മാറുകയോ ചെയ്യും. കാരണം ആ പൂച്ചക്കറിയാം, അല്ലെങ്കിൽ ആ ജീവിക്കറിയാം, അദ്ദേഹത്തിനടുത്ത് പോയി കഴിഞ്ഞാൽ അയാൾ കല്ലെടുത്തെറിയും അല്ലെങ്കിൽ വടിവെച്ചടിക്കുമെന്ന് അതിനറിയാം. അതുകൊണ്ട് തന്നെ ഇത്തരം സാഹചര്യങ്ങൾ അവിടെ നിന്ന് ഓടി ഒളിക്കും. എന്നാൽ ഈ ഒരു സ്വഭാവ രീതിയിൽ നിന്ന് എത്രയോ വിഭിന്നമാണ് കുതിരകളുടേതായ സ്വഭാവം. നമുക്കറിയാം, യുദ്ധക്കളം എന്നുള്ള, യുദ്ധമുഖം എന്നുള്ളത് ഒരു സുഖത്തിൻ്റെ കേന്ദ്രമല്ല, മറിച്ച് മുറിവും തറിവും അപകടങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് യുദ്ധമേഖല എന്നുള്ളത്. ഇത്തരം മേഖലകളിൽ, യുദ്ധരംഗങ്ങളിൽ എത്ര തന്നെ മുറിവേൽക്കേണ്ടി വന്നാലും അപകടങ്ങൾ ഏൽക്കേണ്ടി വന്നാൽ പോലും കുതിരകൾ തൻ്റെ യജമാനനെ വിട്ട് പിന്തിരിഞ്ഞോടാറില്ല. മറിച്ച് യജമാനൻ്റെ കൂടെ തന്നെ നിന്നുകൊണ്ട് യജമാനോടൊപ്പം മുന്നേറുകയാണ് കുതിരകളുടെ സ്വഭാവം. ആ യജമാനൻ അവിടെ നിന്ന് പിന്തിരിയാൻ നിർദ്ദേശം നൽകിയാലല്ലാതെ കണ്ട് കുതിര പിന്നോട്ട് മാറാറില്ല. അപ്പോൾ അത്രമാത്രം തൻ്റെ യജമാനനോട് അപകട സാഹചര്യത്തിൽ പോലും യജമാനനോട് കൂറും നന്ദിയും പുലർത്തുന്നൊരു ജീവിയാണ് കുതിര. ഈ കുതിരയെ വെച്ച് അള്ളാഹു ജല്ല ജലാലു സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു നമ്മോട് പറയുന്നത്, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, തീർച്ചയായിട്ടും മനുഷ്യവിഭാഗം അങ്ങേയറ്റം അവൻ്റെ രക്ഷിതാവിനോട് നന്ദികേട് പുലർത്തുന്നവരാണ്, നന്ദികേട് കാണിക്കുന്നവരാണ്. വഇന്നഹു അലാ ദാലിക ലശഹീദ്, മനുഷ്യർ ധനാധിക്യത്തെയും ഐഹിക സുഖങ്ങളെയും അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയും അവകൾ സ്വയത്തമാക്കുന്നതിന് വേണ്ടി അങ്ങേയറ്റം പരിശ്രമിക്കുന്നവരുമാണ് മനുഷ്യവിഭാഗം. അവൻ്റെ സർവ്വലക്ഷ്യം തന്നെ ധനാധിക്യവും ഐഹിക സുഖങ്ങളുമാണ്. അല്ലാതെ അവനെ സൃഷ്ടിച്ച് സർവ്വ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് വളർത്തിപ്പോറ്റുന്ന തൻ്റെ രക്ഷിതാവിനോട് അനുസരണ കാട്ടുന്നതിലോ തൻ്റെ രക്ഷിതാവ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദിയും കൂറും കാണിക്കുന്നതിനോ അവൻ യാതൊരുവിധ ചിന്തയുമില്ലാതെ കണ്ട് രക്ഷിതാവിൽ നിന്ന് അങ്ങേറ്റം വ്യതിചലിച്ചു കൊണ്ടിരിക്കുന്ന വിഭാഗമാണ് മനുഷ്യർ. ഈ കാര്യം അവനിക്ക് തന്നെ അവൻ്റെ സ്വയം ചിന്ത കൊണ്ട് മനസ്സിലാക്കിയാൽ അവനിക്ക് തന്നെ സാക്ഷ്യപ്പെടുന്ന കാര്യമാണ്. വഇന്നഹു അലാ ദാലിക ലശഹീദ്, തീർച്ചയായിട്ടും അതിൻ്റെ മേൽ അവൻ തന്നെ സാക്ഷിയാണ്. അവൻ സ്വസ്ഥമായിട്ടൊന്ന് ഇരുന്ന് ചിന്തിക്കുകയാണെങ്കിൽ അവനിക്ക് തന്നെ ഈ കാര്യങ്ങളൊക്കെയും ബോധ്യപ്പെടും. അവൻ്റെ പ്രവർത്തനങ്ങളിൽ അവൻ തന്നെ സാക്ഷിയാണ്. എന്നാൽ അവൻ മനസ്സിലാക്കേണ്ടത്, അവൻ അറിയേണ്ടത്, ഇതിനെക്കുറിച്ചൊക്കെ ചോദ്യം ചെയ്യപ്പെടുകയും ഓരോന്നിനും എണ്ണി എണ്ണി മറുപടി പറയേണ്ടി വരികയും ചെയ്യേണ്ടി വരുന്ന ഒരു ദിവസം അവനിക്ക് വരാനുണ്ട്. ആ ദിവസത്തിലേക്കാണ് അല്ലാഹു ജല്ല ജലാലു അടുത്ത ആയത്തിൽ കൂടി സൂചിപ്പിക്കുന്നത്, അഫലാ യഅലമു ഇദാ ബുഅസിറ മാ ഫിൽ ഖുബൂർ, ഖബറുകളിലുള്ളത് പുറന്തള്ളപ്പെടുകയും വഹുസ്സില മാ ഫിസ് സുദൂർ, ഹൃദയത്തിൻ്റെ അകത്ത് രഹസ്യമാക്കി വെച്ച സർവ്വതും വെളിവാക്കപ്പെടുകയും ചെയ്യുന്ന കാര്യം അവൻ അറിയുന്നില്ലയോ, മനസ്സിലാക്കുന്നില്ലയോ? അത്തരം ഒരു ദിനം അവർക്ക് വരാനുണ്ടെന്നുള്ള കാര്യം അവൻ ചിന്തിക്കുന്നില്ലയോ? അള്ളാഹു ചോദിക്കുകയാണ്. അന്നാ ദിവസം തീർച്ചയായിട്ടും അവരുടെ രക്ഷിതാവ് അവരെക്കുറിച്ച് സസൂക്ഷ്മം അറിയുന്നവനാണ്. ഇന്ന റബ്ബഹും ബിഹിം യൗമഇദിൻ ലഖബീർ, തീർച്ചയായിട്ടും രക്ഷിതാവ് അവരെക്കുറിച്ച് സസൂക്ഷ്മം അറിയുന്നവരാണ്. അപ്പോൾ
അപ്പോൾ അള്ളാഹു ജല്ല ജലാലു പരിശുദ്ധ ഖുർആനിൽ കൂടി സൂറത്തുൽ ആദിയാത്തിൽ കൂടി നമ്മോട് പറയുന്നത് ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ലക്ഷണം അവൻ്റെ രക്ഷിതാവിനോട് നന്ദി പുലർത്തിക്കൊണ്ട് വേണം അവൻ ജീവിക്കാൻ. അവർക്ക് ലഭിച്ച സർവ്വ നിഅമത്തിനും അനുഗ്രഹങ്ങൾക്കും നന്ദി, അതുപോലെ തന്നെ അനുഗ്രഹം നൽകിയവനോടുള്ള നന്ദി ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അങ്ങേയറ്റം ഉടനീളമുണ്ടായിരിക്കേണ്ടതുണ്ട്. അതിൽ നിന്ന് വ്യതിചലിക്കാൻ പാടുള്ളതല്ല. അങ്ങനെ വ്യതിചലിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ന റബ്ബഹും ബിഹിം യൗമഇദിൻ ലഖബീർ, അവൻ്റെ രക്ഷിതാവ് അവരെക്കുറിച്ച് അന്ന് ആ ദിവസം പ്രതിഫല നാളിൽ സസൂക്ഷ്മം അറിയുന്നവരാണ്. ഒരു കാര്യം പോലും എത്രമാത്രം രഹസ്യമാക്കി വച്ചാലും എത്രമാത്രം രഹസ്യമാക്കി ചെയ്താലും ഒന്നും രക്ഷിതാവിൽ നിന്ന് വിട്ടുപോകുന്നതല്ല, ഒഴിഞ്ഞു പോകുന്നതല്ല എന്ന കാര്യം മനുഷ്യർ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് ഈ പ്രസ്തുത സൂറത്തിൽ കൂടി അള്ളാഹു നമ്മോട് പറയുന്നത്. ഇൻഷാ അള്ളാഹ് വളരെ ചുരുങ്ങിയ രീതിയിലാണ് ഞാനിവിടെ സൂറത്തിൽ ആശയങ്ങൾ പ്രതിപാദിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പല ഭാഗങ്ങളിലും നമ്മോട് പല വിഷയങ്ങളിലും ഇതിൽ ഒരുപാട് വിശദീകരിക്കേണ്ടതുണ്ട്. ഈ സൂറത്ത് ഓതിയാലുള്ള ഫലങ്ങൾ, അതുപോലെ തന്നെ കുതിരയെ പോറ്റിയാലുള്ള നേട്ടങ്ങൾ, അതുകൊണ്ടുള്ള പ്രതിഫലങ്ങൾ ഒക്കെയും വളരെ വിശാലമായ രീതിയിൽ വിശാലമായ അർത്ഥത്തിൽ തന്നെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. സാഹചര്യം അതിന് അനുവദിക്കാത്തത് കൊണ്ട് തന്നെ ചുരുങ്ങിയ രീതിയിൽ പറഞ്ഞുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. അള്ളാഹു നാം പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലാക്കി സ്വീകരിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഇൽമിനോടും ഇൽമുമായി ബന്ധപ്പെട്ട് ഇൽമിൻ്റെ വിഷയത്തിൽ സഹകരിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ പല ഭാഗങ്ങളിലുമുണ്ട്. അതുപോലെ നമുക്ക് പഠിക്കുന്ന സമയത്തും അല്ലാത്തപ്പോഴും നമുക്ക് ഭക്ഷണവും മറ്റ് സഹായങ്ങളും ചെയ്തു തന്നവർ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അള്ളാഹു തആല ജീവിക്കുന്നവർക്ക് ബറക്കത്തും ഐശ്വര്യവും നൽകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, മശായിഖന്മാർ, ഉസ്താദുമാർ, അതുപോലെ തന്നെ നമ്മുടെ ഭാര്യ, മക്കൾ, സഹോദരങ്ങൾ, നമ്മുടെ കുടുംബക്കാർ, അയൽവാസികൾ, നമ്മളുമായി ബന്ധപ്പെട്ട സർവർക്കും അല്ലാഹു തആല ആയുരാരോഗ്യവും ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി, സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് പ്രവർത്തിക്കാൻ വേണ്ടി, സുന്നത്ത് ജമാഅത്തിന് മറ്റ് ബന്ധപ്പെട്ട കാര്യങ്ങളുമായി സഹകരിക്കുന്നതിന് വേണ്ടി, ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി, റബ്ബ് പൊരുത്തപ്പെടുന്ന വഴിയിൽ കൂടി ജീവിക്കാൻ വേണ്ടി അല്ലാഹു നമുക്ക് ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.